ഹലോ നമസ്കാരം. നമുക്കൊരു അതിരപ്പള്ളി ട്രിപ്പിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പാളിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കാണ് ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്നിത്തട റൂട്ടിലാണ് പോകുന്നത്. ആ റോഡ് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ ടോളൊന്നുമില്ല കേട്ടോ. ടോളൊക്കെ ഫ്രീ ആയിട്ടുണ്ട് ബ്ലോക്ക് കാരണം. പക്ഷെ ഇന്ന് പോയപ്പോൾ നല്ല ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി റൂട്ടിന് കയറി. ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ യാത്ര മനോഹരം കേട്ടോ. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തുമ്പൂർ മൊഴി എത്തിയിട്ടുണ്ട്. തുമ്പൂർ മൊഴി അവിടെ ഒരു ഗാർഡനിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഗസ്റ്റ് ഭക്ഷണം കൊടുത്തിരുന്നു. ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ടോ. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ ചിലങ്കാറിൻ്റെ ഒരു മിനി ബസ്സും അതുപോലെ തന്നെ വേറൊരു ട്രാവലറൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഗസ്റ്റിൽ ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ. ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഗാർഡനിലേക്ക് നടന്നു പോകട്ടെ. അപ്പോൾ ഗാർഡനിൽ പോണ എൻട്രൻസ് വരെ കുട്ടീനെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് ബസ്സിൽ തന്നെ വന്നിരുന്നു കേട്ടോ. ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളെ നാസർക്കാക്ക് ബസ്സുമ്പോൾ കുറച്ച് പണി ചെയ്യണമെന്ന് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടൊക്കെ ഒന്ന് ശരിയാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ ബസ്സിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമായിട്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ബസ്സും കൂടി കുറച്ച് ട്രാവലറൊക്കെ അവിടെ വന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ റിവർ ഗാർഡൻ ഒന്ന് കാണാൻ എനിക്കൊരാഗ്രഹം. കുറേ മുമ്പ് പോയതാണ്. അപ്പോൾ അതിങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടത്. ഓണായ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ തൂക്കിയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. സൈഡുകളിൽ ഇങ്ങനെ കുട, നമ്മൾ ഉത്സവത്തിനൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ കുടകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബസ്സിൻ്റെ ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി കിട്ടിയിട്ടോ. പൈസ കൊടുക്കേണ്ടതില്ല, ബസ്സിൻ്റെ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഉള്ളിൽ കയറ്റിട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ കേരള ടൂറിസത്തിൻ്റെ 2 ബസ്സുകൾ കണ്ടിട്ടോ. ഒരു ബസ് ഒരു ട്രാവലർ കേട്ടോ. എന്താണെന്നറിയില്ല, ജംഗിൾ സഫാരി ബസ്സാണ്. ഒരുപാട് കാലമായി ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഗസ്റ്റുകളില്ലാട്ട് കിടക്കുകയാണെന്നറിയില്ല. ഫിക്സഡ് ക്ലാസ് ബസ്സാണ്, AC ബസ്സാണ്. അതങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് ചിൽഡ്രൻസ് ഗാർഡൻ കണ്ടിട്ടോ. ചിൽഡ്രൻസ് ഗാർഡനില്ല, ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ടീ ഷോപ്പും ഒരു കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. തുമ്പൂർ മൊഴിയിലുള്ള തൂക്കുപാലം കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല മനോഹരമായ അടിപൊളി ഒരു തൂക്കുപാലമാണ്. പക്ഷെ നല്ല വെള്ളമുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ പാറക്കെട്ട് കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ തന്നെ രസമാണ്. അങ്ങനെ തുമ്പൂർമൊഴി തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തൂക്കുപാലം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറണച്ചാൽ വേറൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം കേട്ടോ. വേറൊരു 20 റുപ്പീസിൻ്റെ എൻട്രി എടുത്താലുള്ളൂ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുക. മുകളിലോട്ട് കയറിയാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ലാസ്റ്റ് എൻഡ് വരെയുള്ളൂ പോകാൻ പറ്റുക. ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് ഈ വെള്ളം വരുന്നത് ഒന്നും കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കുറച്ച് നേരം കണ്ടു നിന്നാൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ മനോഹരമായിരുന്നു കേട്ടോ. ഒരു ഹൈറ്റ് കണ്ടില്ല, എത്ര അല്ല ഒരുപാട് ഹൈറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ടിക്കറ്റ് കൊണ്ട് ഒരാൾക്ക് 20 രൂപ കേട്ടോ. കുട്ടികൾക്ക് എത്ര 15 രൂപയായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ ബസ് ഇങ്ങനെ കിടക്കണാകുമ്പോൾ നമുക്കൊരു സങ്കടം കേട്ടോ. നമ്മുടെയും കൂടി പണം കൊണ്ട് മേടിച്ചൊരു ബസ്സാണെന്ന് ആലോചിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സൊക്കെ ഒന്നുകൂടി സങ്കടം കൂടി. ബസ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലും പിന്നെയും കുഴപ്പമില്ല. ഇതിങ്ങനെ കഴുകാതെ ഇങ്ങനെ മഴയും വെയിലും കൊണ്ടിട്ട് അങ്ങനെ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഫുള്ള് കളർ മങ്ങിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേന് നമ്മളെ ഗസ്റ്റ് വന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ് എടുത്തിട്ട് നേരെ ഇനി ആതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണണം. അത് കഴിഞ്ഞിട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണണം. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തെ ഫുഡും കഴിക്കണ്ട. ഉച്ചക്കത്തുള്ള ഫുഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗസ്റ്റ്. ആ ബസ് വരുന്ന നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അതാണ് അവിടുന്ന് നിന്നിട്ട് ആകെ കിട്ടിയത് കേട്ടോ. അതും നല്ല വലിയൊരു ക്വാളിറ്റി ഇല്ല. ക്ലൈമറ്റ് ഒരു മൂടിയ ക്ലൈമറ്റായ കാരണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് ഈ പാം ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ മരങ്ങൾ കാണാം കേട്ടോ. ആദ്യം ഇത് എന്ത് മരമാണ്, വല്ല ഈന്തപ്പനയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു പണ്ട് കാലത്തൊക്കെ വന്നിരുന്ന സമയത്തൊക്കെ. പിന്നെയാണ് മനസ്സിലായത് ഇതുമെന്നാണ് പാം ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ആനക്കിടക്ക് ഇറങ്ങലും കിട്ടും ഈ തോട്ടത്തിലേക്ക്. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ പോയി. ലാസ്റ്റ് നമ്മൾ
ആതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിട്ടോ. ഇവിടെ ഓൺലൈനിലാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുക. നമ്മൾ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മുകളിൽ നമ്മൾ എൻട്രൻസ് കയറിനടുത്ത് അവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുക. പണ്ട് ഇവിടെ നിന്നായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്, ഇപ്പോൾ മറ്റിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസിൻ്റെ കവാടൊക്കെ പൊളിച്ച് പുതിയതാക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗസ്റ്റിനെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് ബസ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിർത്തണം. പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ, പാർക്കിംഗ് ഇല്ല, കുറച്ച് നടക്കാണ്ട്. കടകളൊന്നും ഫുള്ളായിട്ട് തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് ചെറുതായിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗസ്റ്റിനെ ഇറക്കുക കേട്ടോ. ഇറങ്ങിയാൽ അവർക്ക് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അവരെ ഇറക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്നതോറും തിങ്കളാഴ്ച ദിവസമായിട്ട് ഇവിടെയൊക്കെ ഫുള്ളാട്ടോ പാർക്കിങ്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്, ഗസ്റ്റുകൾ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. തിങ്കളാഴ്ച ദിവസമായാലും ഓണത്തിൻ്റെ തിരക്കാട്ടോ, ഓണമായിട്ടും ഉണ്ട്. അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോൾ നമുക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടോ. പാർക്കിംഗ് കിട്ടിയപ്പോൾ അവിടെ വേറൊരു ബസ് ഉണ്ടായിരുന്നു, സൂഫി പറഞ്ഞിട്ട് ഒരു ബസ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരെ സാരഥികളാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റേ കുരങ്ങന്മാരെ പടം കേട്ടോ. കുരങ്ങന്മാരെ പടം ഇങ്ങനെ ബസ്സിലെവിടെയെങ്കിലൊക്കെ ഗ്ലാസ് തുറന്നിക്കണോ നോക്കി വരിക കേട്ടോ, വല്ല ഫുഡും കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ്സിൻ്റെ ഗ്ലാസ് ഫുൾ അടച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ട ഒരു കാറുകാരുണ്ട്, ടാക്സിക്കാരൻ. അവൻ്റെ കാറിൻ്റെ മുകളിലുണ്ടായിരുന്ന പെട്ടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവർ കുരങ്ങന്മാർ. അപ്പോൾ ഒന്ന് അവൻ പോയിട്ട് നോക്കുകയാണ്. പക്ഷേ അവനടുത്തേക്ക് എത്തുമ്പോഴത്തേൻ്റെ കുരങ്ങന്മാർ നമ്മളെ ഭീഷണിപ്പെടുത്തണം, അത്രക്കും പവറാണ് അവർക്ക്. അപ്പോൾ ഒന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, പെട്ടി തുറക്കാനും പറ്റണില്ല. അങ്ങനെ പെട്ടിയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഗസ്റ്റ് ഇറങ്ങിയത് നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം അവർ അവിടെ നിന്ന് ഇറങ്ങിക്കണമെന്നല്ല അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൂഫി പറഞ്ഞ ബസ്സിൽ പോയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടോയെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവരോട് ഇങ്ങനെ കുറച്ച് മുന്നോട്ടാണ് ബസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ ബസ് കയറി പോയി നോക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ബസ്സിലേക്ക് കുറച്ച് നടക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഓട്ടോ ടാക്സി വിളിച്ചിട്ട് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. കുറച്ച് പ്രായമുള്ളവരെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗസ്റ്റ് താഴത്ത് പോയപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. നല്ല വെള്ളം കേട്ടോ, അടിപൊളിയായിട്ട് ഉണ്ട്. എന്തൊരു മനോഹരമാണല്ലേ വെള്ളച്ചാട്ടം കാണാൻ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വാഴച്ചാൽക്കാണ് പോകുന്നത്. വാഴച്ചാൽക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വാട്ടർഫാളാണിത്. വെള്ളമുണ്ട്, എന്തായാലും മഴ വിട്ടുന്ന കാരണം വെള്ളം ഇപ്പോഴും ഉണ്ട്. ചെറിയ റോഡാണ്, ഓപ്പോസിറ്റ് ചെയ്തതിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാട്ടോ. അരുവികളിലൊക്കെ വെള്ളമുണ്ട്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, മഴ മാറിയ കാരണം ചെറിയൊരു ചൂടുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് സൈഡ് ഇറക്കി കൊടുക്കാനൊക്കെ. നമ്മൾ നല്ല ഹോൺ അടിച്ച് പോയാലും തിരിച്ചു വരുന്ന വണ്ടിക്കാർ ഹോൺ പോലും അടിക്കുക, നേരെ മുമ്പിൽ കൊടുത്ത് നിർത്തി ചെയ്യുക. എത്ര വലിയ ബസ്സായാലും ഒന്ന് സൈഡ് ഇറക്കി തരിക, ഒന്നും ചെയ്തു തരില്ല. അങ്ങനെ വാഴച്ചാലിലെത്തിയിട്ടുണ്ട് കേട്ടോ. വാഴച്ചാലിലെത്തിയിട്ട് നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ വാഴച്ചാലിന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു ഹോട്ടലൊക്കെ ഉള്ള ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് വേണം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ വാഴച്ചാലിൻ്റെ അടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ ഗസ്റ്റിൻ്റെ അടുത്ത് ഇനി നേരെ പോണത് ചാവക്കാട് ബീച്ചിലോട്ടാട്ടോ. ഒരു 2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഓക്കെ, 2.5-3 മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ് ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ ആ വാട്ടർഫാളിൻ്റെ ഭംഗി കണ്ടില്ലേ, അവിടെ ഒരു പാലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓപ്പണായി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും സൺസെറ്റ് ആവാറായിരിക്കണം. സൺസെറ്റ് ആകുമ്പോഴത്തേന് ചാവക്കാട് എത്തണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു. പക്ഷെ നല്ല റോഡൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് ഓടിയെത്താൻ കുറച്ച് ബുദ്ധിമുട്ടില്ല.
നേരെ സൺസെറ്റിന് മുമ്പ് തന്നെ നമ്മൾ ബീച്ചിലേക്ക് ഓടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ബീച്ചിലൊരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ബീച്ചൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഗസ്റ്റ് തിരിച്ചെടുത്തിട്ട് ഞാൻ അവരെ വീട്ടിൽ കൊണ്ട് ഇറക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് അവർക്കൊരു ഡിന്നർ കൊടുക്കണം കേട്ടോ. എടപ്പാൾ ഡിന്നർ കൊടുത്തിട്ട് അവരെ തിരിച്ച് വീട്ടിലിറക്കണം. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. നന്ദി, നമസ്കാരം.